ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വാഷി ടേപ്പിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാഷി ടേപ്പ്. അപ്പോൾ ഇതെന്തായാലും ഒരു ട്യൂട്ടോറിയൽ പോലെ ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? ആദ്യമായിട്ട് ഇത് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വൈറ്റ് ഷീറ്റാണേ. എന്നിട്ട് നമ്മളൊരു 1.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഇട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഒരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ജെൽ പെന്നോ യൂസ് ചെയ്തിട്ട് പാറ്റേൺസ് വരച്ചു കൊടുക്കുക കേട്ടോ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ജെൽ പെൻ യൂസ് ചെയ്യണം കേട്ടോ, കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരിക. അങ്ങനെ നമ്മൾ ഓരോ പാറ്റേൺസ് വരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വാട്ടർ കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് വാഷി ടേപ്പ് എപ്പോഴും ഒരു വൈറ്റ് കളറായിട്ട് വരത്തില്ലല്ലോ, കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ടല്ലേ. അതിന് വേണ്ടി നമ്മൾ കുറച്ച് വാട്ടർ കളേഴ്സ് ഡിപ്പ് ചെയ്തിട്ട് ഓരോരോ ആയിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് കുറച്ച് ലൈറ്റ് കളേഴ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ലൈനിൽ ഒരൊറ്റ കളർ ഞാൻ കൊടുക്കുന്നത്, പിന്നെ എൻഡിങ് ആകുമ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ലൈക്ക് ഓരോരോ കളറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാം ഒന്ന് കളർ ചെയ്തിട്ട് വരാം. Stay safe and sound. Protect the gorillas, let them be in the wild, wild and free. Stop the cutting, stop the harm. Keep them safe from all alarm. അങ്ങനെ ഇതേ നമ്മളെല്ലാം കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് മെസ്സിയായി തോന്നും കേട്ടോ. ഇതിനൊന്ന് അയൺ ചെയ്താൽ മതി കേട്ടോ. അതായത് ബാക്കിലേക്കായിട്ട് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് പാറ്റേൺ പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് നോക്കി കാരണം ഒത്തിരി വാഷി ടേപ്പിൻ്റെ പാറ്റേൺസ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി വരച്ചാൽ മതി. ഇനിയിപ്പോൾ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരയ്ക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഫ്ലവേഴ്സും സ്ട്രോബെറീസ്, വാട്ടർമെലൻസ് ഒക്കെ എൻ്റെ മെയിനാണ് കേട്ടോ, ഈ ഒരു സ്ട്രോബെറിയും വാട്ടർമെലനും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ വരച്ചാലും മതി കേട്ടോ. അപ്പോൾ അതെ നമുക്ക് വരച്ചിട്ട് മുഴുവനായിട്ട് വരച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പാറ്റേൺസ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കുറച്ച് കളറൊക്കെ കൊടുക്കണ്ടേ. അത് ഞാൻ കുറച്ച് കളർ പെൻസിൽ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കളർ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ പാറ്റേൺസ് കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളറും എടുത്തതിന് കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ശരിക്കും ഒരു വാഷി ടേപ്പിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ടേപ്പ് ഒന്ന് എടുക്കുക, അതിനൊന്ന് ഫ്രണ്ടിലേക്ക് തന്നെ ഒന്ന് ഒടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഒടിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തതിനെ കുറച്ച് ബബിൾസ് വരാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പോകും. ഇനി നമ്മുടെ പരിപാടി എന്താ, ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ഓരോന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഓരോന്നോരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു വാഷി ടേപ്പിൻ്റെ ലുക്ക് തന്നെ ഉണ്ട്. ശരിക്കും നല്ലൊരു പാറ്റേൺസിൽ ആ ഒരു ട്രാൻസ്പെറൻ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക, ഒന്ന് ബാക്കിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഡബിൾ സൈഡ് ടേപ്പ് എല്ലാ ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലി 15 റുപ്പീസൊക്കെ ഉള്ളൂ കേട്ടോ. അതിന് ഞാൻ 15 റുപ്പീസേ കൊടുത്തത്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപാടി ലാസ്റ്റ് എൻഡിങ് പരിപാടിയാണ്. അതായത് നമ്മൾ ഒട്ടിച്ചതിൻ്റെ പകുതി മുക്കാലോളൊന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് റോളപ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വാഷി ടേപ്പ് മോഡൽ വരും. അപ്പോൾ എല്ലാം അങ്ങോട്ട് റോളപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാഷി ടേപ്പ് അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഓരോ പാറ്റേൺസ് ഉണ്ട്, അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചേക്കാട്ടിലും അടിപൊളിയായിട്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മളിനി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, വരയ്ക്കേണ്ടോ നോക്കണ്ടേ. അടിപൊളിയായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കണം, അതിൽ മറക്കാണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ.